ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങൾക്കുള്ള അവസരം ഇതാ വരുന്നു. സ്നേഹത്തിന്റെ കുപ്പായം അണിഞ്ഞ് ദ്രോഹം ചെയ്ത ശത്രുക്കളുടെ സാന്നിധ്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ശത്രുക്കളുടെ എനർജിയും നമ്മൾ ഇവിടെ നോക്കുന്നുണ്ട്. പാസ്റ്റ് ലൈഫ് ഇൻഫ്ലുവൻസസ്, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു റീഡിംഗ് ആണ്. നമ്മൾ എനർജി അപ്ഡേഷൻ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. എന്താണ് ഈ റിലേഷൻഷിപ്പോ വഴിത്തിരിവുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഇപ്പൊ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്താണ്. അപ്പോൾ തീർച്ചയായിട്ടും ഡിസെപ്ഷൻ ആണ് കാണിക്കുന്നത്. കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ റിലേഷൻഷിപ്പ് ഒരുമാതിരിപ്പെട്ട രീതിയിൽ സെപ്പറേറ്റഡ് ആകാനുള്ള കാരണം എന്ന് പറയുന്നതും ഈ ഒരു ഡിസെപ്ഷൻ ആൻഡ് എൻവി വരുന്നത് കൊണ്ടാണ്. വഞ്ചനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചത് കൊണ്ട് മാത്രമാണ് ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇത്രയും ഒരു സെപ്പറേഷൻ അവസ്ഥയിലേക്ക് ചെന്ന് എത്തി നിൽക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ കുറിച്ച് യാതൊരു കാരണവശാലും ഒരു എന്താ പറയുക, ഒരു ചിന്താഗതിയോ അല്ലെങ്കിൽ ചെയ്യുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അത് തെറ്റാണെന്നോ, തേർഡ് പാർട്ടി ഈ പേഴ്സണെ വഴി തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ഒരു ചിന്താഗതി ഈ പേഴ്സണ് ഉണ്ടായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുള്ളത് ഒരു പാസ്റ്റ് ലൈഫ് ഇൻഫ്ലുവൻസസിൽ നിന്നും തന്നെയാണ്. അതായത് മുജ്ജന്മ കർമ്മമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ആ ഒരു എനർജിയിൽ നിന്നുമാണ് ഈ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസസ് എന്താണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ തേർഡ് പാർട്ടിയുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് കുത്തിത്തിരിപ്പ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അത് എന്താണോ തേർഡ് പാർട്ടി ഉദ്ദേശിച്ചത് അത് നടപ്പിലാവുകയും ചെയ്തിട്ടുണ്ട്. എന്താണോ അവർ ഉദ്ദേശിച്ചത് അത് നടപ്പിലായി എന്നുള്ളൊരു രീതിയും കൂടിയാണ് കാണിക്കുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ പേഴ്സൺ ഒരുപക്ഷെ ആദ്യമൊക്കെ വിശ്വസിച്ചിട്ടില്ലായിരിക്കാം, പക്ഷെ പിന്നീട് അങ്ങോട്ട് അത് വിശ്വസിക്കുന്ന തലത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവരെ വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിച്ച് നിങ്ങളെ മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ കറേജ്, സ്ട്രെങ്ത്, ഫിയേഴ്സ്നെസ് ആൻഡ് ഫാമിലി ആണ്. അതായത് ഇവിടെ ഉറപ്പായിട്ടും ഒരു കുടുംബ ജീവിതത്തെ നല്ല രീതിയിൽ പടുത്തുയർത്താനും അതിനോടൊപ്പം തന്നെ ഒരു കുടുംബ ജീവിതം നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിങ്ങളായിട്ടൊരു ഫാമിലി ഈ പേഴ്സൺ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. ഓക്കെ, നിങ്ങളായിട്ട് നല്ലൊരു ഫാമിലി ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അതിനോടൊപ്പം തന്നെ എന്താ പറയുക, ഈ പേഴ്സൺ പൊതുവെ ഒരു കുടുംബ ജീവിതത്തിനോട് പ്രാധാന്യം കൊടുക്കുന്ന, കുടുംബ ജീവിതത്തിനോട് ആഗ്രഹം പുലർത്തുന്ന ഒരു വ്യക്തിയും കൂടിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ തന്നെയുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ റിലേഷൻഷിപ്പ് അത്രയും ഈ പേഴ്സണ് ഇമ്പോർട്ടന്റ് തന്നെയാണ്. പക്ഷെ ഏതൊരു സമയത്ത് വഴിമാറിപ്പോയി എന്നുള്ളത് സത്യമായ കാര്യമാണ്. പക്ഷെ വീണ്ടും ആ ഒരു ലയൺ പവറിലേക്ക് തിരിച്ചു വരാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷെ ഈ പേഴ്സൺ ഒരു ഫാമിലി ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അതൊരു ഡിവോഴ്സിന്റെ വക്കിലായിരിക്കാം നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡിവോഴ്സിന്റെ വക്കിലാണ്. പക്ഷെ എങ്കിൽ പോലും ആ ഒരു ഈ വ്യക്തിക്ക് ചിലപ്പോൾ ഈ വ്യക്തിക്ക് ഒരു കുട്ടികൾ ഉണ്ടെങ്കിൽ കുട്ടികളെ മറക്കാനൊന്നും ഈ വ്യക്തി തയ്യാറല്ല. ആ കുട്ടികളുമായിട്ട് നിങ്ങളായിട്ട് ഫാമിലി ആയിട്ട് ജീവിക്കാനൊക്കെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. ഇനിയിപ്പോ ഈ പേഴ്സൺ സിംഗിൾ ആണെങ്കിൽ പോലും, ഓക്കെ, ഇപ്പൊ നിങ്ങളും സിംഗിൾ ആണ്, ഈ പേഴ്സണും സിംഗിൾ ആണെങ്കിൽ പോലും ആ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാനാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമുക്കിവിടെ വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ,
ഇവിടെ ഇപ്പോൾ ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൽപ്പിടുത്തം അല്ലെങ്കിൽ ഒരു മത്സരമാണ്, ഒരു മത്സരത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ടും വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടും ഉള്ള ചിന്തകളിലൂടെയാണ് ഈ പേഴ്സൺ പലപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ഈ പേഴ്സന്റെ സമാധാനം, സ്വസ്ഥത ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതായത് പ്രസന്റിൽ ജീവിക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല. ഇതിന് പലതും എന്താ പറയാ അർത്ഥവത്തായിട്ടുള്ളത് അല്ലെങ്കിൽ പലതും കാരണമായിട്ടുള്ളത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, നിങ്ങളായിട്ടുള്ള സെപ്പറേഷൻ അവസ്ഥകൾ തന്നെയാണ്. ഉറപ്പായിട്ടും നമുക്കത് പറയാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ എടുത്തു പറയാനുള്ളത് ഈ പേഴ്സൺ എപ്പോഴൊക്കെയാണോ എന്താ പറയാ നിങ്ങളിൽ നിന്നും അകന്നു പോയത് ആ നിമിഷം മുതൽ തൊട്ട് തന്നെ എന്താ പറയാ ഈ പേഴ്സന്റെ താളം, ജീവിതത്തിന്റെ ആ ഒരു താളം തെറ്റി തുടങ്ങിയതായിട്ടും അതിനോടൊപ്പം തന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളിലേക്ക് നോക്കണോ, വരാനിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നോക്കണോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രസന്റ് എനർജിയിലേക്ക് നോക്കണോ എന്നിങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ ഒരു സ്ഥിരതയില്ലാത്ത അല്ലെങ്കിൽ മനസ്സ് ഒരു സ്ഥലത്ത് ഉറപ്പിച്ചു വെച്ച് ചിന്തിക്കാനുള്ള, സമാധാനപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു അവസ്ഥയിലല്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്കിവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ കഴിയുന്നു. പിന്നെ പറയുകയാണെങ്കിൽ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ അത് ചെസ് ഗെയിമാണ്. അതായത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും എന്താ പറയാ ഇതൊരു യുദ്ധമായിട്ടുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ. അതായത് ഇവിടെ ഒന്നിക്കേണ്ടതായിട്ടുള്ള പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവിടെ മറ്റു പലവരുടെയും സാന്നിധ്യം കാരണം അല്ലെങ്കിൽ അതിലേക്ക് വഴിമാറി പോകുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തി അതിലേക്ക് പോകുന്നതായിട്ട് അല്ലെങ്കിൽ ഈ പേഴ്സൺ അതിലേക്ക് ആ ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കറിയാൻ സാധിക്കും ഒരുപാട് ആൾക്കാർ, ഇതൊരു ചെസ് ഗെയിമാണ്. അപ്പൊ ചെസ് എന്ന് പറയുന്ന ആ ഒരു ഗെയിം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തോൽപ്പിക്കുക എന്നുള്ളതാണല്ലോ, ഒരു ഗ്രൂപ്പായിട്ട് നിന്നിട്ട് തോൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ദാറ്റ് മീൻസ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളും ഈ പേഴ്സണും മാത്രമല്ല ഇൻവോൾവ് ആയിട്ടുള്ളത്, വേറെ ഒരുപാട് ആൾക്കാരുടെ സാന്നിധ്യം കൂടെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് നമുക്ക് ക്ലിയർ കട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഈ പേഴ്സന്റെ മനസ്സിലേക്ക് ഇതിനെക്കുറിച്ച്, ഒന്നിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ശത്രുക്കളെ കുറിച്ചുള്ള ചിന്തകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തി പൊതുവെ ഈ റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ഗെയിം. ഇത് ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല, ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ള രീതിയിൽ പലപ്പോഴും പകച്ചു നിന്ന് പോവുക എന്ന് നമ്മൾ പറയില്ല, പകച്ചു നിന്ന് പോവുക, പേടിച്ചു നിന്ന് പോവുക, എന്ത് ചെയ്യണം എന്നറിയാതെ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുക, ആ ഒരു സിറ്റുവേഷനിലൂടെയും ഈ പേഴ്സൺ പലപ്പോഴും കടന്നു പോകുന്നുണ്ട്. അത് പലപ്പോഴും നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ അത് ക്ലിയർ കട്ടായിട്ട് ഈ പേഴ്സന്റെ ഫീലിങ്സ് ഒരു പക്ഷെ കാണിക്കുന്നില്ലായിരിക്കാം, പുറമെ ധൈര്യശാലിയായിട്ട് നടക്കുന്നുണ്ടാകാം. പക്ഷെ മനസ്സിൽ ഈ പേഴ്സൺ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു എന്താ പറയാ ഒരാകെ ഒരു ഇതായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി പാസ്റ്റ് ലൈഫ് ഇൻഫ്ലുവൻസസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ലോങ്ങിങ് ഫോർ ലവ് ആണ്. അതായത് തീർച്ചയായിട്ടും ഇവിടെ ലോൺലിനെസ് ആണ് കാണിക്കുന്നത്. ഇതൊരു പക്ഷെ നിങ്ങൾ രണ്ടുപേരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അതായത് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പറയുവാനാണെങ്കിൽ ഇവിടെ നല്ല രീതിക്ക് തന്നെ ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ മുജ്ജന്മത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജന്മത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, ആ ഒരു കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പൊ പലപ്പോഴും ഇപ്പൊ നിങ്ങളാണെങ്കിലും ഈ പേഴ്സൺ ആണെങ്കിലും സെലിബ്രേഷൻ ചെയ്യേണ്ട സാഹചര്യങ്ങളിലൊക്കെ പോവുക, ആഘോഷങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പോവുക. പക്ഷെ അങ്ങനെ പോകുമ്പോൾ മറ്റുള്ളവർ അവരുടെ പാർട്ട്ണറായിട്ടൊക്കെ ഇരിക്കുന്നതായിട്ടും എൻജോയ് ചെയ്യുന്നതായിട്ടും നിങ്ങൾ രണ്ടുപേരും കാണുന്നു. അതിലൂടെ വളരെയധികം വിഷമകരമായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകുന്നു.
അപ്പോൾ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളപ്പോൾ വിചാരിക്കുകയാണ് ഈ പേഴ്സൺ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഇങ്ങനെ നടക്കാമായിരുന്നു, എനിക്കും ഇങ്ങനെ എൻജോയ് ചെയ്യാമായിരുന്നു. ആ ഒരു ലെവലിൽ നിങ്ങളും ചിന്തിക്കുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം ഈ പേഴ്സണും ചിന്തിക്കുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു ലേഡിയും ഒരു സ്ത്രീയും പുരുഷനും കൈ പിടിച്ച് കൈ കോർത്ത് സന്തോഷത്തോടെ നടന്നു പോകുന്നു. അതിനെ ഒരു നിരാശയോട് കൂടി ഒറ്റപ്പെട്ട് നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ രണ്ടുപേരും പലപ്പോഴും കടന്നു പോകുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇത് പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നിരിക്കുന്ന ഒരു എനർജിയും കൂടിയാണ്. അപ്പൊ ഇതിൽ ഏതോ ഒരു സോള്, ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും അനുഭവിക്കേണ്ടതായിരിക്കാം, അല്ലെങ്കിൽ ഇതിൽ ഏതോ ഒരു സോള് ഇത് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു, നമ്മൾ പറയുന്ന ഒരു വിധി അല്ലെങ്കിൽ ഒരു തലയിലെഴുത്ത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിന്റെ ഒരു ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ പോലും ഷീ വൂൾഫ് ആണ്, അൺലീഷ് ദ വൈൽഡ് വിത്തിൻ ആണ്. അതായത് വളരെയധികം ദേഷ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി ഫ്രസ്ട്രേറ്റഡ് ആകുന്ന ഒരവസ്ഥ. പൗർണമി ദിവസങ്ങളിൽ ഒക്കെയാണ് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളെക്കുറിച്ചുള്ള പ്രാധാന്യം, നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ എന്തൊക്കെ പോസിറ്റിവിറ്റിയാണ് ഉണ്ടായിരുന്നത്, എത്രമാത്രം ഒരു പോസിറ്റീവ് ആയിരുന്നു, എത്രമാത്രം സമാധാനപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഉറപ്പായിട്ടും ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം എന്താ പറയുക, ഒരു വൈൽഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അതായത് ഈ പേഴ്സൺ ചിലപ്പോൾ അടുത്തുള്ള ആൾക്കാരോട് ദേഷ്യപ്പെടുന്നുണ്ടാകാം, വാക്ക് തർക്കം ചെയ്യുന്നുണ്ടാകാം, ഇഷ്ടപ്പെടാത്ത രീതിയിൽ നിൽക്കുന്നുണ്ടാകാം, ആരുമായിട്ടും കൂട്ടുകൂടാതെ ചിലപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ടാകാം. അങ്ങനെ ഒരു ഇതിലേക്ക് ഈ വ്യക്തി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഇത്രയും എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ വളരെയധികം കാം ആകുന്നുണ്ടാകാം, ഒരു ഹീലിങ്ങിലോട്ടൊക്കെ നിങ്ങൾ പോകാൻ ശ്രമിക്കുന്നുണ്ടാകാം. പക്ഷെ ഈ വ്യക്തിക്ക് എന്തുകൊണ്ടോ അതിന് പലപ്പോഴും സാധ്യമാകുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ആക്ടർ എനർജി കിട്ടിയിട്ടുണ്ട്. ആയില്യം നാള് ട്രസ്റ്റ് ഇഷ്യൂസ്, വിശ്വാസക്കുറവുകൾ കാണിക്കുന്നു. ജോലിയില്ലാത്ത അവസ്ഥയായിരിക്കാം. 222 2 days, ലെറ്റർ ജെ, സോൾമേറ്റ് കണക്ഷൻ, ഡാൻസർ, നമ്പർ 8, ദെൻ സൺഡേ ആൻഡ് ഓൾസോ ദ എൻജിനീയർ. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.